ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു അൽ ഷസാം. ആൻഡ് നമ്മളിന്ന് ഒരു ഫുഡ് വ്ളോഗ് ചെയ്യാൻ പോവുകയാണ് വിത്ത് സുബിനോളജി. യാസിർ അബുദാബിയിലാണ് ഗൈസ്, പിന്നെ നൊമാഡിയ നാട്ടിലും. സംഭവം എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സുബി വന്നിട്ട് പറയാം കേട്ടോ, നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എസ്കേപ്പ് ഇതാണ്ട് ഇവിടെ നിൽപ്പുണ്ട്. എസ്കേപ്പ് പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് മൊബൈൽ ഫോട്ടോഗ്രാഫി, ക്യാമറ, വീഡിയോഗ്രാഫി തുടങ്ങിയ സാധനങ്ങൾക്ക് തന്നെ അണ്ണന്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബില്ലേ, യൂട്യൂബ് ഫോളോ ചെയ്യാൻ ഞാൻ എസ്കേപ്പ് ഹിയർ. അപ്പൊ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഫീൽ ഫ്രീ ടു സപ്പോർട്ട് ദ ഗൈ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മൊബൈൽ ഫോട്ടോഗ്രാഫി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവനോട് ചോദിക്കാം. അതേപോലെ ഫോർ ബിഗിനേഴ്സ്, ഫോർ ബിഗിനേഴ്സ് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഇനി തൊട്ട് എന്റെ ഫോണുകളൊക്കെ ഇവന്റെ ഇതിലും വരും. നമ്മൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നതായിരിക്കും, ഒരിക്കലും അല്ല. അപ്പം അത് നിങ്ങൾ നോക്കുക. അവന് കുറച്ചും കൂടെ ഒരു ഫോട്ടോഗ്രാഫി സെൻട്രിക് ആയിട്ട്, അതായത് സ്പെക്ക് അങ്ങനത്തെ കാര്യമൊന്നും ആയിരിക്കില്ല. ബേസിക്കലി എടുക്കുന്ന കളേഴ്സും അതിന്റെ ഒരു ടോണും അതിന്റെ ഒരു യൂസിനാരിയോ ഒക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. സോ ഓൾ ദി ബെസ്റ്റ് ബ്രോ. പൊളിക്കും. വെൽക്കം ടു യൂട്യൂബ്. എല്ലാരും കയറി. നമ്മുടെ സുബിനോളജി പുതിയ ചാനൽ തുടങ്ങി. പഴയ ചാനൽ തന്നെയാണ് അല്ലേ? പഴയ ചാനൽ പുള്ളി ഒന്ന് പൊടി നട്ടി എടുത്തിട്ടുണ്ട്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം പുള്ളിയുടെ പഴയ ചാനലാണ്. അതുകൊണ്ട് കേട്ടോ, സുബിന്റെ വ്ളോഗൊക്കെ ഉണ്ട്, ഭയങ്കര രസമാണ്. അപ്പൊ ഫുഡ് പരിപാടിയൊക്കെ കാണണമെങ്കിൽ നേരെ അങ്ങോട്ട് പോയത്. പിന്നെ നമ്മളെ ചാനലിൽ ഫുഡുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് ഒരു ഫുഡ് അടിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം ഗൈസ്. ഇതാ വന്നിരിക്കുകയാണ് നമ്മുടെ BMW-ൽ മിസ്റ്റർ സുബിനോളജി. ആരാ? വിൻഡോസാ? 3 ബ്രോസ് കിട്ടിയാ? 4 മണിക്കുള്ളൂ. 4 മണിക്ക് കിട്ടി. അപ്പൊ ആദ്യം വിൻഡോസ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു വിൻഡോസ്. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ബെൽറ്റ് ഇട്ടോട്ടെ. നമ്മളെ നാട് പോലെ അല്ല, ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പോ ദ തിങ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബർഗേഴ്സ് എന്ന് പറഞ്ഞ ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു 2-3 സ്പോട്ടുകളുണ്ട്. അതിലൊന്ന് 3 ബ്രോസ് ആണ്, ഒന്ന് വിൻഡോ, ഒന്ന് 11 ഇനിയുണ്ട്. പക്ഷെ നമ്മളൊന്ന് 2 ഇന്ന് 2 മാക്സിമം. വിൻഡോസും പിന്നെ ഒരു കോഫി ഷോപ്പ്. അതിനെ കാട്ടില്ലേ നമുക്ക് മറ്റേ ഹോം ബേക്കറിയിൽ എപ്പോഴത്തെ ട്രെൻഡ് ബ്രെഡ് ബട്ടർ ഐസ്ക്രീം, അതിന് പോവാം. അത് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്. ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. ഇന്നലെ വരണം ഞാൻ ആദ്യം കാണുന്നത്. അതെ, ഇന്നലെ തൊട്ട് ട്രെൻഡിങ് ആണ്. ഇന്നലെ തൊട്ട് ആരും ചെയ്യണതിന് മുന്നേ നമുക്ക് പോയി ഒന്ന് ട്രൈ ചെയ്യാം. കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. ഒരു ബട്ടർ ബാർ പോലത്തെ ഒരു സാധനമൊക്കെ ചെയ്ത് ഹോം ബേക്കറിയിലാണത്. ഇല്ല, നമ്മളങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ബ്ലോഗിലേക്ക് ഇറങ്ങി മൊത്തത്തിൽ ഫുഡാക്കി മാറ്റി. അല്ല, അതാണല്ലോ അൽഷസാം ഫുഡ് തന്നെയാണ്. എന്തായാലും നമ്മൾ ഫുഡ് മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും, ലൈഫ് സ്റ്റൈൽ സാധനങ്ങളൊക്കെ അവിടെ വരും. അപ്പോൾ ലെറ്റ്സ് ഗോ ടു വിൻഡോസ് ഫസ്റ്റ്. വിൻഡോസ് എവിടെയാണ്? മറ്റേ അൽ സർക്കിൾ നമ്മുടെ അൽക്കൂസിലെ ബേക്കറി അവിടെ തന്നെ, ആ സ്ഥലത്ത് തന്നെ ഒരു സ്പേസിലാണ് ഇത് ഉള്ളത്. ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പം. അവരെ ബർഗർ മാത്രമല്ല, ഭയങ്കര ഒരു ഫൈൻ ഡൈനിങ് സെറ്റപ്പ് ആണ്. ഞാൻ ഇന്ന് അവരെ വെബ്സൈറ്റ് കയറി നോക്കിയപ്പോൾ അവിടുത്തെ വേറൊരു സാധനം ഭയങ്കര ട്രെൻഡിങ്. പക്ഷെ ഇന്ന് സ്പേസ് ഉണ്ടെങ്കിൽ നോക്കാം അത് കഴിക്കാൻ പറ്റുമോ വലിയെന്ന്. പക്ഷെ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. സോ അത് നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം ഗൈസ്. സോ ലെറ്റ്സ് ഗോ. കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ആർസനൽ ജയിച്ചല്ലേ? യെസ്, ഫൈനലി 22 വർഷങ്ങൾക്ക് ശേഷം ഇന്ദു ചൂടൻ വന്നിരിക്കുകയാണ് ഗൈസ്. ആർസനൽ പണ്ട് തിയറി ഹെൻറിയുടെ ഒക്കെ സമയത്ത് ആർസനലൊക്കെ ടെററായിരുന്നു. അതേപോലെ കത്തി എന്നൊരു ടീമായിരുന്നു ചെൽസി. അതും പോയി. ചെൽസിയൊക്കെ ഇപ്പൊ ഉണ്ട്. ചെൽസിയൊക്കെ ആ ഒരു കാലത്ത് ഏറ്റവും കത്തിവെക്കുന്ന ടീം മാന്യു ആയിരുന്നു. മാന്യൂസിന്റെ അടിയിലുള്ള മാന്യു എന്നുവെച്ചാൽ വേറെ വാശി അടിപിടിയൊക്കെ ആയിരുന്നു. മാന്യു, ചെൽസി, ആർസനൽ, ലിവർപൂൾ. എന്തായാലും ഈ പഹയൻ പെപ് ഗാർഡിയോള വന്നതിന് ശേഷമാണ് അവൻ ബെഞ്ച് മാർക്ക് ഒരു ചാമ്പ്യൻസിന്റെ കൂട്ടി വെച്ചു. പിന്നെ ക്ലോപ്പ് വന്നിട്ടാണ് ലിവർപൂളിനെ അതിൽ നിന്ന് കരകയറ്റുന്നത്. അപ്പം പെപ്പും ക്ലോപ്പും തമ്മിലായി. പക്ഷെ ബാക്കി ആൾക്കും ആ റേഞ്ചിൽ എത്തുന്നില്ല. പെപ് ഗാർഡിയോള സംതിങ്, ഈ കോച്ചുമാരെ ഗോട്ട് തന്നെയാണ്. യാതൊരു സംശയമില്ല, വല്ലാത്തൊരു ഗോട്ട് തന്നെയാണ്. യെസ്, ഞാനിപ്പോ ഇത് ഫോളോ ചെയ്യാത്തതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണെങ്കിലും ആർസനലില് കപ്പ് പൊക്കിയിരിക്കുകയാണ്. പക്ഷെ മറ്റേത് PSG ആയിട്ടല്ലേ? അതെ, അതൊരു കളി ആയിരിക്കും കേട്ടോ, PSG ആയിട്ടുള്ള കളി. പഠിക്കണം. സോ ലെറ്റ്സ് ഗോ ടു ദ സർക്കിൾ. എന്തൊരു സർക്കിൾ? അൽ സർക്കിൾ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മൊത്തം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരാളുടെ ഇങ്ങനെ കാലം കൈ പിടിക്കാറില്ല. 3 ബ്രോസ് അല്ലേ ഗൈസ്? ഞാൻ വന്നപ്പോൾ ഹമ്മർ H2 പുതിയ ഇലക്ട്രിക് ഇതാണ് ഹമ്മർ EV. ആഹാ, എന്താ വണ്ടി.
യവന്മാര് ഫോൺ എടുക്കുന്നില്ല, വാട്സാപ്പിൽ റിപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെ തിങ്കളാഴ്ച അവർ റിപ്ലൈ ചെയ്തു, നിങ്ങൾ വെബ്സൈറ്റിൽ ഡയറക്റ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ റിസർവേഷൻ അന്ന് നോക്കി കിട്ടുന്നില്ല. ഇന്ന് ഞാൻ എടുത്തിപ്പോ നോക്കുമ്പോ 4 മണിക്ക് റിസർവേഷൻ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മള് സമയം 3 മണിയാവാൻ പോണം. സോ ലെറ്റ്സ് ട്രൈ. യെസ്, എന്റെ മോളിലാണ് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ടാ ബുക്കിംഗ് ഉണ്ട്. നിങ്ങൾ 3 മണിക്ക് നമ്മളെ ഇരുത്തോന്ന് ചോദിച്ചു നോക്കാറ്. അതെ അതെ അതെ, നമുക്കൊരു ബർഗർ മതി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഞങ്ങൾ 4 മണിക്ക് എത്തിയില്ലെങ്കിൽ ഒരു 4:30 4:30 വിചാരിക്കും, അരമണിക്കൂർ ലേറ്റ്. 25 മിനിറ്റിനുള്ളിൽ ഞങ്ങള് ഈ റിസർവേഷൻ സമയത്ത് വന്നിട്ടില്ലെങ്കിൽ 250 ദിർഹംസ് ഫൈൻ. ഞങ്ങൾക്ക് ലൈഫിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നല്ല പഴയ ബീച്ചിൽ കൊടുക്കണ്ടല്ലോ. എന്റെ കാർഡ് ഓൾറെഡി കണക്റ്റഡ് ആണ്. എന്റെ കാർഡ് ഇത് ചോദിക്കുക, ഡീറ്റെയിൽസ് ചോദിക്കും, എന്നാലേ റിസർവ് ചെയ്യും. അപ്പൊ ഓൾറെഡി എന്റെ കാർഡ് കണക്റ്റഡ് ആണ്. 25 മിനിറ്റിൽ അവിടെ ഞാൻ എത്തിയെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കട്ടാണ് എന്റെ പൈസ. ഇല്ലേ ഓർക്ക് ലാഭമില്ല, ഇതുപോലെ ഒരു 10 ആള് കട്ട് ചെയ്താൽ മതി. 250 ദിർഹം ഗൈസ് ഫൈന്. എന്ത് കോമഡിയാണോ അങ്ങനെ. ഇതൊക്കെ ലഘു ഷാർക്ക് പുറത്തിരിക്കല്ലേ. സത്യം പറഞ്ഞാ പുറത്തോ എവിടെ വേണോ നമുക്ക് ഇരിക്കാം. ഒറ്റ ബർഗർ തിന്നാനാ ഗൈസ്. ഇത് നോക്കിയ ഗൈസ് ഷാർക്ക്. കൂൾ ലഗോ ഷാർക്ക്. ഇതാണ് കേട്ടോ കട. സോറി, ദിസ് ഇസ് ദ കട 3 Bros. ആൻഡ് ഞങ്ങൾ ആൾക്കാരുണ്ട് കേട്ടോ, ജനമുണ്ട്. അതും നല്ല നല്ല മനുഷ്യർ, അതായത് കാണാൻ കൊള്ളാവുന്ന കുട്ടികൾ അതാണ് ഉള്ളത്. മൊത്തം ഫുള്ളാണ്. വെളിയിൽ ഇരിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. അതാകുമ്പോൾ അവർക്കും വലിയ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും കാണത്തുമില്ല. അപ്പൊ ഇതാണ് കട 3 Bros. അങ്ങനെ ഗൈസ് നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. റെഡി അല്ലേ? റെഡി. അവര് തന്നു കേട്ടാ, സ്ഥലം അടുത്തേട്ടാ, ഡൈമും പോവാം. ഓക്കെ, അപ്പൊ നമ്മള് ഒരു ബർഗറും കൂടെ കഴിക്കാനുള്ള ഒരു ഇതുണ്ട്, ഡൈമാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റവൻ വരുമല്ലേ, അവൻ വരുമെന്ന് പറഞ്ഞായിരുന്നു യാസർ. അപ്പൊ യാസറും കൂടെ വരികയാണെങ്കിൽ കഴിക്കുന്ന ഇതിനൊരു ഇതായി. അപ്പൊ ഇതാണ് ആക്ച്വലി ഇപ്പോഴത്തെ ഏറ്റവും നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ബർഗർ. ഈ ബർഗറാണ്. The public is voting this as number 1. That's what he said. So now we'll decide. So yeah, നമുക്ക് നോക്കാം. നമ്മൾ 2 ബർഗറും പറഞ്ഞിട്ടുണ്ടല്ലേ, അൾട്ടിമേറ്റും ഒരെണ്ണം പറഞ്ഞേ. ടേസ്റ്റ് ചെയ്യാൻ നമ്മൾ പിന്നീട് നമ്മൾ ചിന്തിക്കരുതല്ലോ. നമ്മൾ എന്തായാലും നാളെ ഇവിടെ മറ്റേ എന്തെങ്കിലും പൊട്ടും, കാശൊക്കെ ഉണ്ടാക്കി വെച്ചൊക്കെ വെറുതെ ആവും. ഇന്ന് തീർക്കാന്ന്. അതെ, നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം ഗൈസ്. So, ladies and gentlemen, Michelin starred best burger in UAE എന്നറിയപ്പെടുന്ന ബർഗർ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞു. അല്ല, ഞാൻ കുറെ റീല് കണ്ടു. ഷെഫുമാര് പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, ഇവരും പറയുന്നുണ്ട്. അതെ, നമുക്ക് നോക്കാം. നമ്പർ 1 ഇൻ ദുബായ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ നമ്പർ 1 വുഡ് ഫയർ ആയിരുന്നു ഇതുവരെ. സോ ലെറ്റ്സ് സീ. ഓൾസോ എക്സ്പെൻസീവ് ആണ്. കാശ് പോട്ടെ, മനസ്സിലായില്ലേ? ഇത് 105 അത്ര, ഇത് 110, ഇത് 90. 110. So please keep that in mind. ആ സോസ് നൈസ് ആണ് തോന്നേട്ടാ. താങ്ക് യു ആൻഡ് ചിയേഴ്സ്. ഒരു മിനിറ്റ് ഗൈസ്, കണ്ടല്ലോ. എൻ്റെ അമ്മു, very simple burger, very simple and yes, better than wood fire. കാറ്റിപ്പോയി. ഓ, ഇത് മെൽറ്റിൻ മൗത്ത് എന്നൊക്കെ പറഞ്ഞോ അല്ലേ ബർഗർ? ഇങ്ങനെയാണ് ബർഗർ ഫാൻ. ഓ മാൻ, ഇത് അവരുടെ അൾട്ടിമേറ്റ് ബർഗർ, അബ്സല്യൂട്ട് ബർഗർ. ഇവിടെ ഒന്നുമില്ല, നല്ല ബണ്ണ്, കാരമലൈസ്ഡ് ഓണിയൻ, അവരൊരു സ്പെഷ്യൽ സോസ്. ഐ തിങ്ക് ഇറ്റ്സ് പാസ്ട്രമി ആണോ? ഒരു ഫാറ്റിഷ് സൈഡ് മാത്രം എടുത്ത് അതിൻ്റെ അത് ഇട്ടാ മോനെ. ഇനി ഇത് ജ്യൂസിയാണ്. യെസ്, ഇത് കണ്ടാ അറിയാം തറവാടിയാ. Oh my killer burger. I love the way your reactions are priceless. Dude, this is crazy, man. Oh, Ultimate. Oof. That's my favorite. It was too good. ഒന്നും പറയല്ലേ. ആ ചീസ് ഉണ്ടല്ലോ, ഇത് ഇതിൻ്റെ ചീസാണ്, സ്വിച്ച് ചീസാണോ? എൻ്റെ പൊന്നോ, must try. ഞാൻ കാശ് കൊടുക്കാതെ കഴിക്കാന്നാണ് പറയുന്നത്. കാശ് കൊടുത്തിട്ട് പറയുന്നേ, കാശ് കൊടുത്ത് കഴിച്ചിട്ട് പറയുന്നേ. മസ്റ്റ് ട്രൈ. നിങ്ങൾക്ക് ബർഗർ ഇഷ്ടമാണ്, ബീഫ് ബർഗർ ഇഷ്ടമാണ്. ഓ, ഒരു രക്ഷയില്ല. കഴിയട്ടെ. അത് ഇനി മുറിക്കാൻ പറ്റൂല, ആക്ക് മുറിക്കാം, അത്ര സോഫ്റ്റ് ആണ്. ഒരു രക്ഷയില്ലാത്ത ബർഗർ കേട്ടാ, ചുമ്മാ പറഞ്ഞാല അന്യായം. ഇത് ഇവർക്കായിട്ട് ഉണ്ടാക്കുന്ന പന്ന. അത് കിടിലം ബന്ന്, കിടിലം സോസ്, കിടിലം ചീസ്, കിടിലം മീറ്റ്. കിടിലം. ഇനി ഇതിന്റെ ബെഞ്ച് മാർക്ക് അവന്മാര് വെക്കണം, ബാക്കിയുള്ളവന്മാര്. എനിക്ക് തോന്നുന്നില്ല. നോക്കാം. അതാകുമ്പോ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ.
Let's see. Australian Wagyu Guys, grade, ഇതാണ് which പൈസ one? കേട്ടോ. അതായത് 209 ദിർഹമായി 6 plus 7 ഫോർ 2 ബർഗർ. അപ്പം ഇത് നമ്മൾ പൈസ കൊടുക്കാൻ പോവുകയാണ്, അല്ലാതെ ഇവർ നമ്മളെ മാമൻ്റെ കടയൊന്നുമല്ല. അപ്പോൾ അതാണ്ട് സുബിൻ കാശ് കൊടുക്കുന്നുണ്ട്. കാശ് കൊടുത്ത് മനസ്സിലാക്കുക. ഇനി അടുത്ത സ്ഥലത്തിലോട്ട് ചാടുന്നു. ബൈ. ഗൈസ്, അവിടെ ജനം ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഭയങ്കരമായിട്ട് പറയാൻ പറ്റിയില്ല. ഒരു രക്ഷയില്ലാത്ത ബർഗർ. എൻ്റെ മോനെ, ഫസ്റ്റ് ബർഗർ കേട്ടോ. മറ്റേത് കുറച്ചും കൂടെ ഒരു മഷ്റൂമിന്റെയും ചീസിന്റെയും ഒക്കെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ആ സെക്കൻഡ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ സാധനം കഴിക്കാം. പക്ഷെ ആ ഫസ്റ്റ് ബർഗർ, അതിൽ ചീസില്ല, അതിലാകെ അവരെന്തോ ഒരു സ്പെഷ്യൽ സോസ്, മീറ്റും കാരമലൈസ്ഡ് ഓണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മരിച്ച കാരമലൈസ്ഡ് ഓണിയൻ അല്ല. അതിനൊരു അത് കഴിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് അവര് കുക്കിംഗ് മെത്തേഡ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ ഭയങ്കര കിഡിലോസ്കി മെത്തേഡാണ്. എന്ന് വെച്ചാൽ 2 തരത്തിലുള്ള ബീഫുണ്ട്. മീഡിയം റെയർ ബീഫും അതേപോലെ തന്നെ റെയറും കറക്റ്റ്. എന്ന് വെച്ചാൽ ഒരു സൈഡ് നല്ല കുക്കായിട്ട് ഒരു സൈഡ് പാതിയെ കുക്കായിട്ടുള്ളൂ. അപ്പൊ ഭയങ്കര സോഫ്റ്റ് ആണ്. ഇങ്ങനെ നമ്മളൊന്നും ചെയ്യാൻ ഇങ്ങനെ കടിച്ചോണ്ട് ഇങ്ങനെ അലഞ്ഞിങ്ങനെ. അതായത് ബർഗർ ഇഷ്ടപ്പെടുന്നവര് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട സാധനം. ബർഗർ ഇഷ്ടപ്പെടുന്നവരും ഈ ബീഫിനെ കുറിച്ച് അറിയുന്നവരും ഇത് അവർ ഉപയോഗിക്കുന്ന ഓസ്ട്രേലിയൻ വാഗ്യു ആണ് യൂസ് ചെയ്യുന്നത്. നല്ല ബന്നുമായിരുന്നു കേട്ടോ. നല്ല ബന്നു ഇല്ലേടാ എസ്കേപ്പി അല്ലേ? സാധനം കൊള്ളാം, പറയാനില്ല, വേറെ ലെവൽ സാധനം. ഗൈസ്, അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട്. മിക്കവാറും എന്റെ കുഴപ്പമില്ല. വിൻഡോ ജനാല. നമ്മൾ ജനാലയിൽ എത്തിയിരിക്കുകയാണ്. ജനാല ഇരിക്കുന്നത് നമ്മുടെ ദുബായിലെ തന്നെ ഏറ്റവും കിടിലം സ്ഥലമായിട്ടുള്ള സെന്റർ അൽ സർക്കിൾ. എനിക്ക് എപ്പോഴും ഇതിന്റെ പേര് മറന്നു. കിട്ടിലോ, ഇവിടെ ടോപ്പ്. നല്ല രസം. മറ്റേ വൻ അറബികളും അങ്ങനത്തെ ആൾക്കാരൊക്കെ. ഒരു വണ്ടിയുണ്ട്, ഒരു 3 ഡിജിറ്റ്. അത് കണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ വണ്ടികളും ആൾക്കാരും ക്രൗഡൊക്കെ വരുന്ന ഒരു സ്ഥലം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഐ എം നോട്ട് സേയിങ് എക്കണോമിക്കൽ, പക്ഷെ നമുക്ക് ഇതൊക്കെ മേടിച്ച് കഴിക്കാനുള്ള കാശൊക്കെ നമുക്ക് കാണണം. അതെ, കാണണം. അപ്പൊ നമ്മളെന്തായാലും വിൻഡോ ഇതിന്റെ അകത്താണ്. അപ്പൊ നമ്മളെന്തായാലും നമ്മൾ ജനാലയിൽ പോയിട്ടുള്ള ബർഗർ കാണിച്ചു തരാം കേട്ടാ. ഗൈസ്, വിൻഡോ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിൻഡോ നേരെയാണ് കേട്ടോ. അതായത് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് ലെഫ്റ്റ് എടുക്കണം, റൈറ്റ് പോവല്. BKR വേറെ സൈഡിൽ പോവല്, ലെഫ്റ്റ് എടുത്ത് നേരെ പോവാ അല്ലേ? അപ്പോൾ ജസ്റ്റ് അത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഗൈസ്, അങ്ങനെ നടന്ന് നമ്മൾ ആ ചെറിയ വിൻഡോ കണ്ടു കേട്ടോ. ഇത് ഒരു ഇടവഴി കൂടെ നടന്നു ഇവിടെ പറഞ്ഞു കേട്ടോ, ഏറ്റവും അറ്റത്ത്. ഇത് നമുക്ക് മറ്റേ വഴി കൂടെ വരായിരുന്നു. റിസർവേഷൻ ഉണ്ട്. ഗൈസ്, സുബിൻ പോയിട്ട് വരട്ടെ. അവിടെ അകത്ത് കയറിയിട്ട് ഒരു കാര്യമില്ല, എല്ലാവരും ഫുള്ളാ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി കഫേ. എടാ ചിക്കൻ 5X. ഫെറാറി. എന്റെ പൊന്നളിയോ, ഫെറാറിയുടെ 27 നമ്പർ. കാണിച്ചരാവേ. കിടക്കണ വൈറ്റ്. ടയറൊക്കെ ഉണ്ടാവും. എന്തായി? ഫുള്ളല്ലേ? ഫുൾ പാക്ഡ്. വെൽക്കം ടു ജനാല വിൻഡോ. ചെറിയ വിൻഡോ പോലെ എല്ലാം ചെറുതാക്കും. അവിടെ ഇരിക്കായിരുന്നു ഉണ്ടാക്കുന്ന സ്ഥലത്താ. അത് നല്ലതാണ്. വീഡിയോ എടുക്കും പാടാം. പനി പിടിച്ച മരം. സാധനത്തിന്റെ പേരാണ്. ഒരു പനി പിടിച്ച മരം ഉണ്ട്, വേണോ? എവിടെ? What is Fever Tree? That's the brand of our ginger ale. Fever Tree. അത് ബ്രാൻഡിന്റെ പേരായിരുന്നു. അപ്പം അടുത്ത കടയിൽ വന്നിരിക്കുകയാണ്. ജനപ്രളയം എന്ന് പറഞ്ഞ ജനപ്രളയം. അതും ഭയങ്കര ചെറിയ കടയാണ് കേട്ടോ. പക്ഷെ ഞാൻ മറ്റേ റീലൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചൊരു വലിയ കടയാണെന്നാണ്. ചെറിയ കട. പക്ഷെ എനിക്ക് തോന്നിയിരുന്നു സാധനമുണ്ട്. ലസാനിയ, എന്തോ ഒരു ലസാനിയ, കിഡിലോ എന്നാണ്. ലസാനിയ എന്തോ റൊട്ടിയൊക്കെ വെച്ച ലസാനിയ. ജനാലില് വീണ്ടും വേണ്ടി വരും. ഇന്ന് എന്തായാലും പറ്റില്ല. ഇന്ന് ബർഗറിന്റെ ഒരു ഓട്ടത്തിലാണ്. അപ്പോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ബർഗർ. ഇതാണ് പനി പിടിച്ച മരം. അതിന്റെ ജിഞ്ചർ എയിലും വേറെന്തിനാന്ന് പറഞ്ഞ ജിഞ്ചർ എയിൽ വേറൊരു സാധനം കൂടെ പറഞ്ഞു. ഗ്രേപ്പ് ഫ്രൂട്ട്. അപ്പൊ ഇതാണ് ആ സാധനം. നമ്മളൊരു ഓട്ടത്തിലായതുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ. ഇവരാണെങ്കിൽ ഇതിന് നിറച്ച് ഐസ് കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മളൊരു കിടിലൻ ജിഞ്ചർ എയിലേട്ടാ. ഫ്രഷ് കിടിലൻ ജിഞ്ചർ എയിൽ. സൂപ്പർ ജിഞ്ചർ എയിലേട്ടാ. ഞെരിപ്പ്. ഗൈസ്, ഒരു 10 മിനിറ്റ് ആയല്ലേ? എന്ത് 10 മിനിറ്റ്? 10 മിനിറ്റ് ആയില്ലേ? 10 കഴിഞ്ഞ്
15 മിനിറ്റ് 10 ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് അന്നേരമാണ് 15 മിനിറ്റ് 100% 15 മിനിറ്റ് ആയി. ബിക്കോസ് എന്റെ പാർക്കിംഗ് 29 മിനിറ്റ് ബാക്കിയാണ്. ഓക്കെ അപ്പോൾ 15 മിനിറ്റ് 12 മിനിറ്റ് എടുത്തുണ്ട് ഇത് കണ്ടുപിടിക്കാൻ. അത്രയല്ലേ ഉള്ളൂ, എന്റെ അപ്പുറം ഒറ്റ ബർഗറെ പറഞ്ഞിട്ടുള്ളേ. മറ്റത് എത്ര 5 മിനിറ്റാ 10 മിനിറ്റ് നമ്മൾ ഓർഡർ കൊടുത്തു. 10 മിനിറ്റ് സർവീസ് അവന്റെ. അത് അങ്ങനെയാണേ, അവര് ടോപ്പ് ബർഗർ എന്ന് പറഞ്ഞാണ് അവിടെ വിൽക്കുന്നത്. റിസർവേഷൻ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ്. മിഷലിൻ സ്റ്റാർട്ട് ബർഗർ, മിഷലിൻ സ്റ്റാർട്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ പക്ഷെ അധികം ആൾക്കാരെ ഒന്നും അങ്ങനെ കാണുന്നില്ല. ഇല്ല, ആളുണ്ട്. പക്ഷെ ആളുണ്ടാകുമ്പോൾ പെട്ടെന്ന് ഈ ബർഗർ കിട്ടണം. അവിടെ കുറെ ചേട്ടന്മാര് നിരന്നിരുന്ന് എന്തൊക്കെ ഉണ്ടാക്കണുണ്ട്. പക്ഷേ തീ പോകുന്നുണ്ട്, തീയും പുകയൊക്കെ പോകുന്നുണ്ട്. ആ ഒരു ബർഗർ പിന്നെ ഇഷ്ടംപോലെ ഫ്രൈസ് തരുന്നുണ്ട് കേട്ടോ. ബർഗറിന്റെ കൂടെ ഫ്രൈസ് ഫ്രീ ആണ്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. എന്താണെങ്കിലും നമുക്ക് നോക്കാം. കിട്ടിപ്പോയി മക്കളെ, കിട്ടിപ്പോയി. ഇത് കിടിലം ചക്ക വരട്ടൽ പോലത്തെ ഫ്രഞ്ച് ഫ്രൈസ് കേട്ടോ. ആംഗസ് ഓസ്ട്രേലിയൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. നമുക്ക് 2 പിക്കിൾ വരുന്നുണ്ട്. സോറി, കാണിച്ചു തരാം. നമുക്ക് 2 പിക്കിൾ വരുന്നുണ്ട്, ബർഗർ വരുന്നുണ്ട്. അടിയിൽ എന്തോ സോസും ഉണ്ട്. എന്തൊരു സോസും ഉണ്ട്. ടാർട്ടാർ സോസ് ആണല്ലോ അല്ലേ? അറിയില്ല, കഴിച്ചു നോക്കിയാൽ മനസ്സിലാവും. കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ലെറ്റ്സ് ഹാവ്. ഇതാണ് ഗൈസ് ബർഗർ. ഇത് മറ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞ പോലെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഒന്ന് തിരുകി കഴിഞ്ഞുണ്ടല്ലോ, ജ്യൂസ് ഇറങ്ങി. ആൻഡ് ദിസ് ഇസ് ഓസ്ട്രേലിയൻ ആംഗസ്. ബിസ്മില്ലാ. ഓ എൻ്റെ അമ്മ, വെരി ഗുഡ് ബീഫ്. ഇത് കൊള്ളാം. ഇത് മറ്റേ പറഞ്ഞ പോലെ മീറ്റ് ഇത്തിരി ടൈറ്റ്, നല്ല വലിയ പാറ്റിയാണ്. രണ്ടാമത്തെ കാര്യം, ഇവർ ഈ മറ്റേ ചാർ ഗ്രില്ല് ചെയ്തതിൻ്റെ ഒരു സ്മോക്കി ഫ്ലേവറും വരുന്നുണ്ട്. അടിപൊളിയാട്ടോ അത്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര മീറ്റിയാണ്. വെരി മീറ്റ്. നമ്മൾ നേരത്തെ കഴിച്ച പോലെ അലിഞ്ഞങ്ങ് ഇതാവില്ല. ബിക്കോസ് അവിടെ വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ആംഗസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ ലിറ്റിൽ മോർ ബീഫിഷ്. മറ്റേത് വേണമെങ്കിൽ ഒരു ഫുള്ള് കഴിക്കും. ഇത് ഹാഫ് മതി. മറ്റേത് ഒരു ഫുള്ള് നമുക്ക് കഴിക്കാം. പക്ഷേ ഇത് ഒരു ഹാഫ്. ആക്ച്വലി നൈസ്. ഞാൻ പറയാം, ആ സ്മോക്കി ഫ്ലേവർ വരുന്നതാണ് ഇതിൻ്റെ ഒരു ഡിസ്റ്റിങ്വിഷ് ഡിഫറൻസ്. ആൻഡ് വെരി നൈസ്. നല്ല സിമ്പിൾ സാധനം. അഗെയിൻ ഒരു ചെറിയൊരു ചീസ്, പിന്നെ മറ്റേ കാരമലൈസ്ഡ് ഓണിയൻ, മീറ്റ്, ബ്രെഡ്, അതാ സ്മോക്ക് ചെയ്യുന്നതിൻ്റെ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് പാർട്ട് ഈസ് ഇവർ ലാസ്റ്റ് കട്ട് ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ്. ദാറ്റ് ഗിവ്സ് എ വെരി സ്മോക്കി ഫ്ലേവർ. ഇത് ഫുള്ള് കഴിക്കാൻ പറ്റില്ല. അല്ല, അത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ വെൻ ഐ സേ ആംഗസ് ഇസ് ആക്ച്വലി സ്കോട്ടിഷ്. സ്കോട്ട്ലൻഡിലെ ഇതാണ്, ബീഫാണ്, മീറ്റാണ്. പക്ഷെ അതിപ്പം അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലൊക്കെ ഇപ്പം ആംഗസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഓസ്ട്രേലിയൻ ആംഗസ് ആണ്. സോ ഈ ആംഗസിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പം മറ്റുള്ള ഫാസ്റ്റ് FFC ബർഗർ ജോയിൻസ് കഴിക്കുന്നില്ലേ, അവരൊക്കെ യൂസ് ചെയ്യുന്നത് അമേരിക്കൻ ബീഫ്സ് ആണ്. ആംഗസ് അമേരിക്കൻ ബീഫ്. അത് കഴിക്കുമ്പോൾ മനസ്സിലാവും ആ ചോയ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ഏകദേശം ആ ചോയ തന്നെയാണ് നമുക്കുള്ളത്. ബട്ട് ഇറ്റ്സ് എ വെരി തിക്ക് മീറ്റ്. ബട്ട് ആസ് ഐ ടോൾഡ് യു, എല്ലാവർക്കും ചിലപ്പോൾ ഇത് ഇഷ്ടാവില്ല. അതെന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ബീഫി. ബീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം. മറ്റേത് അതുപോലെ അല്ല, അത് വേറെ ലെവലായിരുന്നു. മറ്റേത് ഞാൻ 2 കഴിക്കും. കിട്ടുന്നതാണ്. എന്തായാലും വിൻഡോ ഇറ്റ്സ് വെരി നൈസ്. 178. അതായത് 150 dirhams. 150 dirham. I think that is. ഞാനിപ്പോൾ പറയണ പുറത്തോട്ട് പറയണം. ഞാൻ പുറത്തോട്ട് പറയാം. അതാണ് വിൻഡോസ്. മറ്റേ മാക്ക് പോലെയല്ല, കുറച്ച് അല്ലേ? വിൻഡോസ് മാക്ക് പോലെ അല്ലെന്ന് പറയായിരുന്നു. അല്ല, കൊള്ളാം. പക്ഷെ 150 ദിർഹത്തിനില്ല. 150 ദിർഹംസിന് വേർത്താണെന്ന് ചോദിച്ചാൽ നമ്മളെ പോലത്തെ ഭ്രാന്തന്മാരുണ്ടെങ്കിൽ വന്ന് ട്രൈ ചെയ്തു. അത്രേ ഉള്ളൂ കേട്ടോ. അതും എനിക്ക് അങ്ങനെ തോന്നി. മറ്റേത് വെറും 90 ദിർഹംസ്. മറ്റേ 90 ദിർഹംസിന് 100% ഡബിൾ ട്രിപ്പിൾ വേർത്ത് സാധനം. ഈ സ്ഥലത്തിന്റെ കാശും ഇതൊക്കെ ആയിരിക്കും. ആൻഡ് ഇതിന്റെ ഒക്കെ ഇടയിൽ ഞങ്ങൾ ഇതിന്റെ മുന്നേ ചെയ്തൊരു വീഡിയോ ഉണ്ട്. വുഡ് ഫയർ 90 ദിർഹംസ് അവിടെയും. അതും 9+ ബീഫ് ആയിരുന്നു. ഗ്രേഡ് 5 9+ ആണോ? ഇത് നെഗടിക്കണല്ല, കൊള്ളാം. ഫാനും ഒക്കെ കൊള്ളാം. പക്ഷെ പ്രൈസ് ടു ബർഗർ റേഷ്യോ എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സാധനം കൊള്ളാം കേട്ടോ. ഇല്ലെന്ന് പറയാം.
നെവർ, ഞാൻ ഒരിക്കലും വരില്ല. ഞാൻ വേണേ അവിടെ പോകും. ഇവിടെ മറ്റത് 90 ഒന്ന് നിങ്ങൾക്ക് അവിടെ പോയാലുള്ള പ്രശ്നം സീറ്റ് വേണം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ദാറ്റ് ഈസ് സോ ഗുഡ്. അല്ല, ഇത്രയും റിസർവേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഞാൻ വിചാരിച്ച ചിലപ്പോൾ 150 നല്ല സർവീസ് ഒക്കെ തന്നെയാണ്. ബട്ട് ഐ തിങ്ക് ഇൻസ്റ്റെഡ് ഓഫ് ബർഗർ ട്രൈ സംതിങ് എൽസ്. ചിലപ്പോൾ അതായിരിക്കും ഭേദം. മറ്റേ ആ ഫെറാറി ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല, ഇതാണ് ചിമിട്ടൻ ഏതോ കിട്ടിയില്ല മനുഷ്യൻ്റെ ആണ്. 2 ഡിജിറ്റ് നമ്പറാണ്, നമ്പർ പ്ലേറ്റ്, ടയറിൻ്റെ ഒക്കെ സൈസ് ഉണ്ടോ. എന്ത് മോനെ ഇത്, എൻ്റെ മോനെ കിട്ടില്ല ബേജ് ഡിസൈനും. സെസ്കി ഒന്നും പറയാല്ല, പൊളി. ഗൈസ്, ഇവിടെ ഫോട്ടോഗ്രാഫി വർക്ക്ഷോപ്പ് അടങ്ങിയായിരുന്നു. അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഫോട്ടോസ് എടുക്കാൻ. ആളല്ലേ ഗൾഫ് ഫോട്ടോ പ്ലസ്. അപ്പം അതായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഡൈം പോകുന്നുണ്ടെന്ന്. എന്താ ട്രൈ ചെയ്യുന്നില്ലേ? ട്രൈ ചെയ്യാം, അല്ലേ നേരെ ഹോം ബേക്കറിലേക്ക് കൊണ്ടുവരും. ഡൈമും ഹോം ബേക്കറിയും ആണ് മനസ്സിലുള്ളത്. നോക്കാം, ലെറ്റ്സ് സീ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഡൈമും 10 out of 10 എന്നൊരു പുതിയൊരു ബർഗർ കട പറ്റും. അത് നമ്മൾ ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് ഡെസേർട്ട് അടിക്കാനായി ഹോം ബേക്കറി. ഹോം ബേക്കറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ തവണയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇമാറാത്തി നടത്തുന്ന ഒരു ബേക്കറി ഷോപ്പാണ്. ആദ്യം വീട്ടിൽ നിന്ന് വിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5-6 സ്ഥാപനം ഉണ്ടായിട്ടുണ്ട്. ഷാർജ, അബുദാബി, ദുബായ് എന്നിവിടങ്ങളിൽ. അതുമാത്രമല്ല കഴിഞ്ഞ പെരുന്നാൾക്ക് എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റിൽ കംപ്ലീറ്റ് ഇവിടെ ഡെസേർട്ട്സ് ആയിരുന്നു കഴിഞ്ഞ പെരുന്നാൾക്ക്. അപ്പോൾ നമ്മൾ അവിടെ പോവുകയാണ്. അവരെ പുതിയൊരു പരിപാടി വന്നിട്ടുണ്ട്, പരിപാടി കഴിക്കാൻ വേണ്ടി പോകണേ. കുറെ നാളായിട്ട് നമ്മുടെ നൊമാഡിയൻ ഒരു കണ്ണാടി വാങ്ങിച്ചാന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെയല്ല, അവന് കണ്ണാടി ഭ്രാന്തുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് ഒരു ചെറിയൊരു കണ്ണാടി അവനൊരു മേടിച്ചു കൊടുക്കാം. പയ്യപ്പം നാട്ടിൽ പോയിരിക്കുമോ കാറൊക്കെ എടുക്കാനായിട്ട്. ഇവിടെ ഏതോ കാറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽസ് പറയണില്ല, പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടാൻ കോമഡി ആയി പോകും. അതുകൊണ്ട് ഞാൻ അത് വിട്ട്. എന്താണെങ്കിലും നമുക്ക് പയ്യൻ വരുമ്പോൾ അവനൊരു കണ്ണാടി കൊടുക്കാം. അത് അവൻ വെക്കുമ്പോൾ നിങ്ങൾ കണ്ടാൽ നല്ല രസമുണ്ട് ഇല്ലേ? അടിപൊളിയല്ലേ? സെറ്റ് കണ്ണാടി നമ്മൾ ഒന്ന് കൊടുത്തു, അത് കളഞ്ഞു. അതെ, അത് പിന്നെ മേടിച്ച് അവൻ തന്നെ മേടിച്ചു. പിന്നെ അത് കളഞ്ഞോണ്ടിരിക്കുകയാണ്. കളഞ്ഞ് എന്നിട്ട് തിരിച്ച് കിട്ടി. എടേ, ഇതിൽ വിറ്റെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും നേരവും മാക്രോയിലിട്ടാണ് എടുത്തത്. ഇപ്പൊ ഞാൻ ഫോക്കസ്ഡ് ആയിരിക്കും. മറ്റത് എന്തിനാണെന്ന് അറിയൂടാ കേട്ടോ. വീട്ടിൽ പോയിട്ട് ഔട്ട് നോക്കുമ്പോൾ കാണാം എന്തിനാണ് അവസ്ഥയെന്ന്. അപ്പോൾ എന്തായാലും കണ്ണാടി മേടിച്ചിട്ടുണ്ട്. ഓ സോറി. ഹലോ ഗൈസ്, ഹോം ബേക്കറിയിൽ വന്നിരിക്കുക. കോഫിയാണോ? സോ ദിസ് ഈസ് ബ്രെഡ് ആൻഡ് ബട്ടർ. ഇത് ഫ്രീസ് ആയത്. ഗൈസ്, ഇതാണ് ബ്രെഡ് ബട്ടർ ഐസ്ക്രീം വിത്ത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ബട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. ദ ബട്ടർ ഐസ്ക്രീം എഴുതിയിട്ടുണ്ട്. ബട്ടർ ഐസ്ക്രീം എഴുതിയിട്ടുണ്ട്. ഹോം ബേക്കറി. ഓ ബ്രാൻഡിങ് ഹോം ബേക്കറി എന്നുണ്ട് മോളില്. ജില്ല് നല്ല തണുപ്പ് കേട്ടോ. ഇത് ഐസ്ക്രീം സോറി വരൂ. ഇതാ പിന്നെ ആക്രാന്തം കൂടി ഇരിക്കുകയാണ്. ഇതൊരു ബട്ടർ ലുക്കാണ് സാധനം. പൊളി. ഇതിങ്ങനെ മുക്കി അടിക്കാനുള്ളതാണ്. ഇങ്ങനെ അടിക്കാം. നല്ല കറണ്ടി. ഇത് ഐസ്ക്രീം അടേ. ഐസ്ക്രീം ഇങ്ങനെ അടിക്കാം. ഇങ്ങനെ ഇതിൻ്റെ അടുത്ത് കിടിലൻ. നല്ല തണുപ്പ് കേട്ടാ. അല്ല, ഞാൻ ബ്രെയിൻ ഫ്രീസ് ആയ. അയ്യോ, സൂപ്പർ സ്റ്റഫ്. അതിൽ ഈ സാധനങ്ങൾ ഇടുമ്പം നല്ല ക്രഞ്ചി. ബട്ടർ സ്കോച്ചാണ്. ഇത് ക്രംസ്. ഒരു രക്ഷയില്ല. ഇത് എന്തിനാ ക്രംസ്? ബിസ്ക്കറ്റ് പോലെ എനിക്കുണ്ട്. ഇല്ല, ഇത് പശുമ്പാലല്ലേ? അത് പശുമ്പല്ല, അതിനെ കുറച്ച് കഴിക്കണം. നല്ല ഐസ്ക്രീം. എന്താ ഫ്ലേവർ അവർ ഉദ്ദേശിക്കുന്ന? ബ്രെഡ് ബട്ടറോ? അല്ല, ബ്രെഡ് ബട്ടർ. സോ വാട്ട് ഈസ് ദ ഫ്ലേവർ ഓഫ് ദിസ് ഐസ്ക്രീം? Yeah, it's butter. Bread and butter. And this is also bread? Butter ice cream. Yeah, this is the sourdough crumble. Sourdough. This is the ice cream. അപ്പോൾ ഇത് ബ്രെഡും ബട്ടർ തന്നെയാണ് ഈ ഐസ്ക്രീം ഫ്ലേവർ. പ്ലസ് ഇത് സോഡോ ബ്രെഡ് ക്രംസ്. ഹെൽത്തി ഐസ്ക്രീം. ഞാനൊരു സോയ മിൽക്ക് ഒഴിച്ച കാപ്പി. അടിപൊളി. അടിപൊളി. സൂപ്പർ സാധനം. വെടിക്കെട്ട് സാധനം. ഭയങ്കര കേട്ടോ. ഇന്നലെ ട്രെൻഡ് തുടങ്ങിയുള്ളൂ, നമ്മൾ ഇന്ന് തന്നെ വന്നു. നമ്മളങ്ങനെയാണല്ലോ. ദാസനും വിജയനും ഒരു പണിയുമില്ല. ബട്ട് ഇറ്റ്സ് വെരി നൈസ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു ഈ ക്രംബിള്. ഫോർ എക്സാമ്പിൾ, ഇത് ആരെങ്കിലും കോപ്പി അടിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സാർഡോ ക്രംസിന് പകരം സാധാ ബ്രെഡ് എടുത്തിട്ട് ക്രംബ് ചെയ്യാതെ തേങ്ങാപ്പൊടി ഇട്ടോ. ഉണക്കിയ തേങ്ങ ഇട്ടോ അതിനോട്. നല്ല രസമായിരിക്കും. അപ്പോൾ എന്തായാലും സാധനം കൊള്ളാം. ഇതെന്തായാലും കോപ്പി അടിക്കും. നമ്മൾ കാപ്പിയെ കുടിച്ചിട്ട് കുറച്ച് ജില്ലി ചെയ്തിട്ട്
കണ്ടവഴി വീട്ടിൽ പോവുകയാണ്. മിക്കവാറും ഇതെവിടെ ഇറങ്ങാന്നറിയോ? ഫസ്റ്റ് ഖത്തർ, ഖത്തറിൽ നിന്ന് നേരെ കോഴിക്കോട്. കോഴിക്കോട് നിങ്ങളൊക്കെ അറിയാത്തുണ്ടോ? കോഴിക്കോടിൽ ഇവിടെ ദുബായിൽ ഇറങ്ങണ എല്ലാ ട്രെൻഡും അവിടെ എത്തും. ഇവിടെ ബീലബാം വന്ന് അവിടെ വന്നു. അല്ല, എന്റെ സംശയം എന്ന് വെച്ചാൽ കൂടുതൽ എന്റെ വീട് തന്നെയാണ് നടക്കുന്നതെന്ന് സംശയം ഇല്ലായെങ്കിലേ. അത് വന്ന് ഇഫാ ചിക്കൻ വന്ന് ഇതും വരും. എനിക്കൊരു ഒരു ദിവസം ഒരു ഹോം ബേക്കറി എന്ന് പറഞ്ഞിട്ട് വീട് ബേക്കറി മറ്റുള്ള വന്ന് വീട് ബേക്കറി, ക്രീം ബന്ന് വന്ന്, മറ്റുള്ള വന്ന്. ഇത് നല്ല എഡിക്ഷൻ കേട്ടോ. ഞാൻ മധുരം ഇടാൻ പറഞ്ഞത് വാനില ഫ്ലേവർ. ഓ സെറ്റ്. ഇതിനൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ഇതില ബൈ ദ വേ ദിസ് ഈസ് കോഫി ലാറ്റെ വിത്ത് സോയ മിൽക്ക്. കൗ മിൽക്ക് വില്ലനാണ് എൻ്റെ ജീവിതത്തിലെ, എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് സാധനം ഞാൻ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ചായ. ഞാൻ പറഞ്ഞത് നിങ്ങള് നമുക്കിനി ഒട്ടകപ്പാലില് ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഒട്ടകപ്പാലിൽ ചായ വേണ്ട, ട്രൈ ചെയ്യായിരുന്നു. വേറെ പാലിൽ ചെയ്താൽ ഏത് പാലായിരിക്കും നല്ലത്? ചായ ഇടണമെങ്കിൽ പിന്നെ ആട്ടിന്റെ പാല് നോക്കണം. ചായക്ക് പശു പാൽപ്പൊടി ഇട്ടിട്ട് ടേസ്റ്റ് കിട്ടുന്നില്ലല്ലോ. പശു പാലിന് വേണ്ട. അപ്പൊ ചിന്തിച്ച നമ്മള് ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇതുവരെ ഉണ്ടാക്കി നോക്കിയാ ഒട്ടകത്തിന്റെ? ഇത് ഒട്ടകപ്പാല. ശരി, വേറെ ഏത് മൃഗ പാലായിരുന്നത്? ആട്. പോത്ത് പാലില്ല. മുയലിന് പാട് കൊടുക്കുമായിരിക്കും. മുയലിന് പാലുണ്ടാ? എനിക്ക് തോന്നുന്നില്ല. ആടുണ്ട്. അല്ല, ആട്ടിൻ പാലുണ്ട്. ആട്ടിൻ പാലൊന്നും അടിച്ചു. ഞാൻ പറഞ്ഞോ, ഞാൻ ഈ ആൽമണ്ട്, സോയ, ഓട്ട് മിൽക്ക് അങ്ങനത്തെ കാറ്റഗറിയിൽ വെച്ചിട്ട് പറ്റൂല. നോക്കേണ്ടി വരും. അപ്പൊ നമ്മളിവിടെ എത്തിയ സ്ഥിതിക്ക് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സാധനമായ എന്തായിരുന്നു ടോപ്പ് സെല്ലറായ മിൽക്ക് കേക്ക് നമ്മൾ കഴിക്കുകയാണ്. ഓ, മിൽമേരെ ഫുൾ ഫാക്ടറി ഉണ്ടല്ലോ എൻ്റെ അകത്ത്. മറായി ഇതൊന്നും കഴിച്ചില്ല. പിന്നൊന്നും നോക്കണ്ട, കിടന്നുറങ്ങിയായി. എൻ്റെ മോനെ ബെസ്റ്റാ. ബാക്കി ഞാൻ കഴിക്കട്ടെ. ഞാൻ മോനെ മിൽക്ക് ശരിയല്ലോ ചുമ്മാരി. അപ്പൊ ഞാൻ ഒരു സെറ്റായിട്ട് ഇങ്ങനെ സാധനം സീന അടിവരെ ഉണ്ട്. കൊറേ ഉണ്ട് തായ. അതല്ലേ പറഞ്ഞ. ഇത് ഗൈസ്, സുബിൻ ഇങ്ങനെ പറയണമെങ്കിൽ ഏതാ ഈ കേക്ക് ഐസ്ക്രീം ഉണ്ടല്ലോ. ഇത് ബ്രെഡ്, അത് കേക്കല്ലേ? ഈ കേക്കും ബ്രെഡും ഉണ്ടാക്കുന്ന എന്തുകൊണ്ടാ? എന്താ രണ്ടും മൈദ വേണ്ടേ? ഓ അങ്ങനെ. ഗൈസ്, ഇങ്ങനെ സുബിൻ കഴിക്കണമെങ്കിൽ അതൊരു ജിമിട്ട് ഐറ്റം ആയിരിക്കും കേട്ടോ. ഇത്ര നാളത്തെ കറക്റ്റ് തണുപ്പ് എനിക്ക് പറ്റൂല ഗൈസ്. ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ശീലമാവും. അതുകൊണ്ടാണ്. പക്ഷെ മസ്റ്റ് ട്രൈ അല്ലേ? ഓ, അത്രേ ഉള്ളൂ. ഒന്നും പറയാനില്ല. നല്ല വലിയ സൈസുമാണ്, രണ്ടുപേർക്കൊക്കെ കഴിക്കാം, സുഖമായിട്ട് കഴിക്കാം. ഓ, അപ്പോൾ അതാണ് ഗൈസ്. ബില്ല് വന്നിട്ടുണ്ട്. നമുക്ക് ബർഗറിന്റെ പൈസ കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചെന്ന്. അതെ, 165 ദിർഹമായി. ഒരു അതായത് മറ്റേ ബ്രെഡ് ബട്ടർ എന്ന് പറഞ്ഞ ഐറ്റത്തിന് 54 ദിർഹം. പിന്നെ ഈ എന്താ ക്ലാസിക് MC എന്താ മിൽക്ക് കേക്ക് 41 ദിർഹം. പിന്നെ സോയ മിൽക്കിൻ്റെ പിന്നെ 165 നിങ്ങൾക്ക് 2 ഐസ്ക്രീമും പിന്നെ കാപ്പിയും ഒക്കെ കുടിക്കാം. സൂപ്പർ. നമ്മളിപ്പം 2 ഡെസേർട്ടും 2 ഡ്രിങ്ക്സും നമ്മൾ ഓൾറെഡി കഴിച്ചു. ഒരു ബർഗറിന്റെ അത്യാവശ്യം നല്ല ആംബിയൻസും ബഹളവും. സോ ഈ പ്രൈസസ് ജനാലയില് ബർഗർ ആ പ്രൈസ് 150 ദിർഹം വരുന്നത്. ഇത് 165 ദിർഹം. ഇത്രയും സാധനം കൂടെ. മറ്റേ ഒരു ബർഗർ 150 ദിർഹം. ഭയങ്കര കത്തിയായി പോയി കേട്ടോ, അത് കൊല കത്തി. അപ്പോൾ അങ്ങനെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. 2 ബർഗറും ഒരു ഐസ്ക്രീമും അടിച്ച്. ഇനിയുള്ളത് ഞാൻ പറഞ്ഞു 10 ഔട്ട് ഓഫ് 10 ഡൈമും ഒരു ദിവസം. അതുകൂടെ ബാക്കിയുള്ള UAE നമ്മൾ കവർ ചെയ്യാൻ ബർഗറിൽ. അപ്പോൾ അതിൽ മെയിൻ ഐറ്റം വരേണ്ടത് മറ്റേ മഹാനായ നൊമാഡിയനും നമ്മുടെ യാസറും വരണം, എന്നാലേ കാര്യം നടക്കുകയുള്ളൂ. ബിക്കോസ് നമ്മൾ രണ്ടുപേരും കൂടെ ഫുഡ് അടിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വേറെ വല്ല ഒന്നാമത് അത്ര പണ്ടത്തെ പോലെ അത്ര തിന്നാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ദിവസം ആ 2 ബർഗർ എടുക്കാൻ വേണ്ടി വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അൽഷസാം സൈനിങ് ഓഫ്. നമ്മുടെ പോഡ്കാസ്റ്റ് പരിപാടി ഉടനെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. കഥകൾ പറയാനുണ്ട്. ഇവിടെ എന്തൊക്കെയാ നടന്നേ എല്ലാം ഓപ്പൺ ആയിട്ട് പറയില്ല. അത് ഞാൻ പറയും, നിങ്ങൾ കട്ട് ചെയ്തോ.
ഒരു കട്ടിയും ഇല്ല. നമ്മൾ വേറെ ഒന്നും പറയുന്നില്ല. ദുബായ് ഓസമാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് നിങ്ങളൊന്ന് പോയി വരുമ്പോഴത്തേക്ക് ബൈ ബൈ. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട, എസ്കേപ്പ് ചെയ്യാം. SKP ഹിയറിൽ പോവുക. നിങ്ങൾക്ക് ഡൗട്ട്സും നമ്മളും ചെറുതായിട്ട് വ്ളോഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, സുബിന്റെ വ്ളോഗിങ് തുടങ്ങിയിട്ടുണ്ട്, അതും നിങ്ങൾക്ക് പോവാം. ചെല്ലം ഡിഫറെന്റ് സ്റ്റൈലാണ്. ഫുൾ മെയിൻ ആയിട്ടും ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും. അല്ല മറ്റേത് കണ്ടോ നിങ്ങള്? കോഫി സീരീസ് അല്ലേ? കോഫി സീരീസ് അല്ല ഇത് കണ്ടോ നിങ്ങൾ? കഴിഞ്ഞ നൊമാഡിനായിട്ട് ബർഗർ കഴിക്കാൻ പോയി. അതും ഉള്ളായിരുന്നു. അടിപൊളിയല്ലേ? അപ്പം സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ. So now we them a follow.